ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നലെ ഞായറാഴ്ച നമ്മൾ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു, ചെറിയൊരു രീതിയിൽ ഷോപ്പിംഗ് എന്ന രീതിയിൽ. പക്ഷെ നമുക്ക് ഫുൾ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കാരണം നല്ല തിരക്കായിരുന്നു ഷോപ്പുകളിൽ ഫുള്ള്. ഇതിപ്പോൾ നമ്മൾ ഹൈലൈറ്റ് മാളിലാണ് പോയിട്ടുള്ളത്. ഹൈലൈറ്റ് മാളിൽ നമ്മൾ എല്ലാ ഷോപ്പിലും നമ്മൾ കയറിയിട്ടുണ്ട്. കാരണം എനിക്ക് പറ്റിയ ഡ്രസ്സുകളൊന്നും എനിക്ക് കിട്ടുന്നില്ല. അങ്ങനെ പിന്നെ സഞ്ജുവിന് വെസ്റ്റ് നിന്നൊരു ടോപ്പ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ നമ്മളിങ്ങനെ നടക്കുന്ന സമയത്താണ് നമുക്ക് ഇങ്ങനെ ജയ്പൂരത്തോ എവിടുത്തോ ആൾക്കാർ വന്നിട്ട് അവിടെ കുർത്താസും ഇതുപോലെ തന്നെ കുറച്ച് ആക്സസറീസും കാര്യങ്ങളൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കതിൽ ചരട് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ അതിനൊരു ചരട് മേടിച്ചു. അമ്മയും നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ അമ്മേൻ്റെ കയ്യിൽ ഓൾറെഡി ഒരു ചരട് ഉണ്ട്, അതുകൊണ്ട് അമ്മയ്ക്ക് ഇപ്പം വേണ്ട പറഞ്ഞു. അങ്ങനെ പിന്നെ എനിക്ക് ഒരു ചരട് മേടിച്ചു. ഞാൻ കുറേ സെലക്ട് ചെയ്തിട്ടാണ്, കുറേ ഇങ്ങനെ നോക്കിയിട്ടാണ് എനിക്ക് ആ ഒരു ചരട് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ പിന്നെ ഞങ്ങൾ അതും മേടിച്ച് അടുത്ത ഷോപ്പിലേക്ക് പോവാണ്. അങ്ങനെ പിന്നെ നമ്മൾ മാക്സിൽ നോക്കിയ സമയത്ത് അവിടെ എനിക്ക് ഫ്രോക്കൊന്നും കിട്ടിയില്ല. അപ്പം ഞാൻ അവിടെ നിന്നൊരു ടോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. എടുക്കുന്നത് ഫുള്ള് ഞങ്ങൾക്ക് 2 പേർക്കും ഇടാം എന്നുള്ള രീതിയിലാണ് എടുക്കുന്നത്. അങ്ങനെ പിന്നെ അവിടുന്ന് കുറച്ച് ബനിയൻസ് നമ്മൾ എടുത്തതിന് ശേഷം ഫ്രോക്ക് ഞാൻ നോക്കിയിട്ടോ, പക്ഷേ എനിക്കത് ലെങ്ത്തിൻ്റെ ഒരു ഇഷ്യൂ വരുന്ന കാരണം എനിക്ക് എടുക്കാൻ പറ്റിയില്ല. കഴിഞ്ഞതിന് ശേഷം നമ്മൾ വെസ്റ്റേക്ക് പോയി. അങ്ങനെ സഞ്ജുവിന് അവിടെ നിന്നൊരു നല്ലൊരു ടോപ്പ് കിട്ടി. അത് കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മളത് ബില്ലൊക്കെ ചെയ്ത് നമ്മൾ പുറത്തിറങ്ങി നമ്മൾ പിന്നെ പോയത് ട്രെൻഡ്സിലേക്കാണ്. ട്രെൻഡ്സിൽ നമ്മൾ നോക്കി, പക്ഷെ എനിക്ക് അവിടെ നിന്നൊന്നും കിട്ടിയില്ല. പിന്നെ എല്ലാ ഷോപ്പിലും നമ്മൾ കയറി ഇറങ്ങുമായിരുന്നു പണി. അങ്ങനെ പിന്നെ ഞങ്ങൾ ഇനി നമുക്ക് എന്തായാലും ജയലക്ഷ്മിക്ക് പോവാം. എങ്ങനെ പോയാലും നമ്മൾ ലാസ്റ്റ് ജയലക്ഷ്മിയിലെത്തും. അപ്പോഴാണ് അമ്മേൻ്റെ വല്യച്ഛൻ്റെ മോള് ജിതേച്ചിനെ കണ്ടിട്ടുള്ളത്. പിന്നെ അവരുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആയി. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. എങ്ങനെ പോയാലും ജയലക്ഷ്മിയിലെത്തല്ലോ, അതുകൊണ്ട് പിന്നെ നമ്മൾ അടുത്ത പ്ലാന് ജയലക്ഷ്മിയിൽ പോകാമെന്ന് തന്നെയായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ ജയലക്ഷ്മിയിൽ പോയി. അവിടെയും ഭയങ്കര തിരക്കായിരുന്നു, കല്യാണ സീസണും പിന്നെ വിഷുവൊക്കെ ആയതുകൊണ്ട്. പിന്നെ നമ്മൾ അവിടെ നിന്ന് എനിക്കൊരു ഉടുപ്പ് കിട്ടി. ബില്ലടിക്കാൻ കുറേ നേരം നിന്നു. അങ്ങനെ ബില്ലിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി. പിന്നെ നമ്മൾ നേരെ പോയത് കാക്കൂരിക്കാണ് കേട്ടോ. അങ്ങനെ കാക്കൂരി പോയി അവിടെ കുറേ നേരം നിന്നു. നമ്മളൊരു ബ്ലോക്ക് പെട്ടത് കാരണം ഒരു 8 മണിയൊക്കെ ആയപ്പോഴാണ് അവിടെ എത്തിയത്. പിന്നെ എല്ലാവരും കഥ പറയലും കളിയും ചിരിയൊക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ അനുവാണ് കേട്ടോ ഇത് പറയുന്നത്. ഞങ്ങൾ അടികൂടുകയാണ് ഗൈസ്. ഇങ്ങോട്ട് ചാടി കയറി ഒന്ന്. അങ്ങനെ ഓൻ്റെ വർത്താനം എല്ലാം കഴിഞ്ഞ് പിന്നെ രാത്രി ഒരു 11 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമ്മളെ വീഡിയോ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക. ബൈ.